എറണാകുളത്തെ CPM വനിതാ നേതാവിനും CPM MLA-ക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൊമ്പുകോർത്ത് CPM ജില്ലാ സെക്രട്ടറിയും DCC പ്രസിഡന്റും. ആരോപണങ്ങൾ കോൺഗ്രസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറി S. സതീഷിന്റെ പ്രതികരണം. എന്നാൽ കഥ പുറത്തു വന്നതിന് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അപക്വമായ പ്രതികരണം പിൻവലിച്ച് CPM ജില്ലാ സെക്രട്ടറി മാപ്പ് പറയണമെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഇത് രാഷ്ട്രീയ ആരോപണമാണ് എന്നുള്ള നിഗമനത്തിൽ കോൺഗ്രസ് പ്രതിരോധിക്കുമ്പോൾ അതല്ല, രാഹുൽ വിഷയം പുറത്തു വരാതിരിക്കാനാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പറയുന്നത് എന്നാണ് CPM പറയുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഈ ഉയർന്ന പരാതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM വനിതാ നേതാവും പറയുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, അല്പസമയം മുമ്പ് ഈ വനിതാ നേതാവ് വിവാദത്തിൽപ്പെട്ട വനിതാ നേതാവ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അവരും ആവർത്തിക്കുന്നത് കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ, വലതുപക്ഷ മാധ്യമങ്ങളടക്കമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ഒരു അപവാദ പ്രചരണത്തിന് പിന്നിലെന്നാണ് KJ ഷൈൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും CPM-ന്റെ ഒരു പ്രതികരണവും ആ രീതിയിൽ തന്നെയായിരുന്നു. ഇന്നലെ ഈ വിഷയം സംബന്ധിച്ച് CPM ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ DCC പ്രസിഡന്റ് തമ്മിൽ വാദപ്രതിവാദങ്ങളുണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയം മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു കോൺഗ്രസ് ശ്രമമാണ്. അത് തന്നെയാണ് അല്പസമയം മുമ്പ് KJ ഷൈനും മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയം മറയ്ക്കാനുള്ള കോൺഗ്രസിന്റെ ഗൂഢനീക്കമാണ് ഇതിനു പിന്നിൽ. ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഉള്ള ഒരു കാര്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. താനും MLA-യും നല്ല സുഹൃത്തുക്കളാണ്. രാഹുലിന്റെ വിഷയം മറയ്ക്കാനായി CPM-നെ പ്രതിരോധത്തിലാക്കാനായി കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് ആണ് ഈ അപവാദ പ്രചരണങ്ങൾക്ക് പിന്നിലെന്നാണ് CPM നേതൃത്വം ഒപ്പം തന്നെ ഈ വനിതാ നേതാവും പറയുന്നത്. എന്തായാലും CPM-ഉം കോൺഗ്രസും തമ്മിൽ ഈ വിഷയത്തിൽ കൊമ്പ് കോർത്തിട്ടുണ്ട്. ഇന്നലെ ഈ CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണത്തിന് ശേഷം DCC പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ഇന്നലെ രാത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപക്വമായ ഒരു പ്രതികരണമാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. CPM-നുള്ളിലെ ചേരിപ്പോര് മറയ്ക്കാനുള്ള ഒരു ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് CPM DCC പ്രസിഡന്റ് പറഞ്ഞത്. എന്തായാലും കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു അപക്വമായ കാര്യം പറയേണ്ട ആവശ്യം കോൺഗ്രസിനില്ല. മാത്രമല്ല, കോൺഗ്രസിന്റെ പത്രത്തിലല്ല ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത്. ഏതോ ഒരു പത്രത്തിൽ വന്ന വാർത്ത, ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു ആരോപണം. ഇതിനൊക്കെ പിന്നാലെ ആണ് കോൺഗ്രസിന്റെ തലയിൽ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന ശ്രമം നടന്നു എന്ന കാര്യങ്ങൾ കെട്ടിവെക്കാനായി CPM ശ്രമിക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം ഷിയാസ് പറഞ്ഞത്, ഈ കഥ പുറത്തു വന്നതിന് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് CPM-ലെ തന്നെ പടലപ്പിണക്കങ്ങളും ചേരിപ്പോരും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പുറത്തു വരാനുള്ള കാര്യം. എന്തായാലും ഈ KJ ഷൈനെയും ഒപ്പം തന്നെ വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണനെയും ഷൈൻ്റെ വീട്ടിൽ നിന്നും നാട്ടുകാരും ഒപ്പം ഈ ഷൈൻ്റെ ഭർത്താവും ചേർന്ന് പിടികൂടി എന്നാണ് പുറത്തു വന്ന ആരോപണം. എന്തായാലും അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് KJ ഷൈനും CPM നേതൃത്വവും രംഗത്തെത്തിയിരിക്കുന്നത്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.